വയനാട് മേപ്പാടി ബോച്ചെ 1000 ഏക്കറിൽ വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ദുരിത ബാധിതർക്ക് വേണ്ടി ഒരാഘോഷം വെച്ചിരുന്നു. അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡായ സൺബേൺ ആണ് പരിപാടി അവതരിപ്പിക്കുന്നത്. മ്യൂസിക് പ്രോഗ്രാം. അതിലൂടെ ലഭിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ആ ലാഭം ഈ വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്ക്, ലാൻഡ് സ്ലൈഡിങ്ങിലൂടെ ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് അന്ന് തന്നെ അവിടെ സ്റ്റേജിൽ വെച്ച് നൽകുക എന്നൊരു ഉദ്ദേശമുണ്ട്. കൂടാതെ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഇവരെ പ്രത്യേകം നമ്മുടെ ഫംഗ്ഷനിൽ കൊടുന്ന് അവരെ ഇതിൻ്റെ ഭാഗമാക്കുകയും അവർക്കൊരു മാനസിക ഉല്ലാസം പലതും മറക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ധനസഹായം നൽകാനും വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു ഭാഗമായി കൂടെ ഇത് സഹകരിച്ച് വ്യാപാരി വ്യവസായി അസോസിയേഷനും ഏകോപന സമിതിയും DTPCയുമായി സഹകരിച്ച് ഇത് വലിയൊരു പ്രോഗ്രാമമാക്കി മാറ്റാൻ ഉന്നമനത്തിന് വേണ്ടിയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൽ പ്രത്യേകിച്ച് ബിസിനസ്സൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ കിട്ടുന്ന എല്ലാ ലാഭവും അപ്പം തന്നെ അവിടെ കൊടുക്കുക. പിന്നെ എൻ്റെ റിസോർട്ടിൽ ഇപ്രാവശ്യം ഞാൻ എൻ്റെ റൂംസൊന്നും വിൽക്കുന്നില്ല. കാരണം മറ്റ് റിസോർട്ടുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ സൺബേണിൻ്റെ 1000 രൂപയുടെ ടിക്കറ്റ് 500 രൂപയ്ക്ക് എല്ലാ റിസോർട്ടുകൾക്കും, 1000 കണക്കിന് റിസോർട്ടുകളുണ്ട്, അവർക്ക് കൊടുക്കാനും അവർക്കത് അവരുടെ ഗസ്റ്റുകൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടോ 500നോ 1000 വാട്ടെവർ ഇറ്റ് ഈസ് കൊടുത്തുകൊണ്ട് ഗസ്റ്റുകളെ എല്ലാ റിസോർട്ടുകാരും വയനാട്ടിലേക്ക് ആകർഷിക്കാനും അവർക്ക് അവരുടെ ബിസിനസ് കൂടുതൽ ലഭ്യമാക്കാനും വേണ്ടി ഈ പ്രോഗ്രാം റിസോർട്ടിന് വേണ്ടിയും ഈ ദുരിതബാധിതർക്ക് വേണ്ടിയും ഒക്കെ കൂടെ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. ഹൈക്കോർട്ടിൽ നിന്നുണ്ടായ ഓർഡർ ഇതാണ്, വിധി. ഇത് കളക്ടറുടെ പെർമിഷനോടുകൂടി നടത്താം എന്നാണ്. കാരണം അവിടെ ചോദിക്കുകയുണ്ടായി, 26ഓളം ഗ്രൂപ്പുകൾ വയനാട്ടിൽ ഗാനമേളയും മറ്റും നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ബോച്ചെ ഭൂമിപുത്ര ഇങ്ങനെ നടത്തുന്നത് അത് കളക്ടറുടെ പെർമിഷനോട് കൂടി ആകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രോഗ്രാം നടത്തരുതെന്നോ സ്റ്റേ ചെയ്തിട്ടൊന്നും കോടതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കളക്ടർക്ക് കോടതിയുടെ ഈ നിർദ്ദേശപ്രകാരം അപേക്ഷ വെച്ചിട്ടുണ്ട്. ഇത് നടത്താൻ പെർമിഷൻ തരണം എന്ന്. രാവിലെ പോയപ്പോൾ കളക്ടർ വേറെ മീറ്റിങ്ങിലാണ്, അപേക്ഷ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ കളക്ടറെ കാണാൻ പോവുകയാണ്. കോടതിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്, there shall be an interim order directing the respondents 2 to 5 and 7 to ensure that the 6th respondent is not conducting any program as proposed in Boche 1000 acre at Chulika Estate in Wayanad without obtaining necessary permissions from the respondent 3 and 4. 3 and 4 എന്ന് പറയുമ്പോൾ കളക്ടറാണ്, 4 പഞ്ചായത്താണ്. അപ്പം അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പെർമിഷനോടുകൂടി ചെയ്യാം. കാരണം ഇവിടെ ഒരുപാട് പേര് എല്ലാവരും ഈ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ വ്യാപാരി വ്യവസായിയായിട്ടും DTPCയുമായിട്ട് സഹകരിച്ച് അത് ചെയ്യാം. നല്ലൊരു ഉദ്ദേശമാണുള്ളത്. കൂടാതെ DTPCക്ക് മുമ്പ് നമ്മൾ കൊടുത്തിരുന്നു, ഒരു ചർച്ച ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത് ആവാമെന്നുള്ള ഒരു ഇതാണ്. DTPC വയനാട് ബോച്ചെ 1000 ഏക്കറിൽ വെച്ച് നടത്തുന്ന ന്യൂ ഇയർ പരിപാടിക്ക് സഹകരണം നൽകുന്നതിനെ സംബന്ധിച്ച് പരിപാടിക്ക് വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ അധ്യക്ഷതയിൽ 9/12/24 ചേർന്ന തീരുമാനത്തിന്റെ മിനിറ്റ്സുകൾ പകർപ്പുകൾ നൽകുന്നു.
ആയതുപ്രകാരമുള്ള സഹകരണം DTPCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതിൽ തടസ്സമില്ല എന്ന് അറിയിക്കുന്നു. അതിൻ്റെ കടലാസാണ്. എല്ലാം വളരെ പ്രോപ്പറായിട്ട് നേരത്തെ കൂട്ടി മീറ്റിംഗ് ഒക്കെ വിളിച്ച് കളക്ടറേറ്റിലൊക്കെ പോയി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. അത് പ്രകാരമാണ് ഇതൊക്കെ. പരാതിക്ക് പിന്നിൽ ഇവിടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്തായാലും വയനാട്ടിൽ 26ഓളം അതിൽ കൂടുതൽ പേര് ഇവിടെ ഗാനമേളയും പലതും നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. എനിക്ക് മാത്രം ഇങ്ങനെ എതിരെ 2 പേര് പരാതി നൽകുകയും ബാക്കിയുള്ളവർ നടത്തുകയും ഞാൻ മാത്രം നടത്തരുത് എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഓപ്പണായിട്ട് അതിൻ്റെ ബാക്കിൽ. പക്ഷേ കോടതിയുടെ നിർദ്ദേശപ്രകാരം കളക്ടർക്ക് തരാവുന്നതാണ്. കളക്ടർ ഇതുവരെ പെർമിഷൻ തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും കളക്ടർ പെർമിഷൻ തരുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് നിന്ന് കിട്ടുന്ന എല്ലാ ലാഭവും പാവപ്പെട്ടവർക്ക്, ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൊടുക്കാനും അവരതിൽ പങ്കെടുപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഞാനും വ്യാപാരി വ്യവസായിയും DTPC എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരിക്കലും തടസ്സം പറയില്ല എന്നാണ് വിശ്വാസം. ഇത് കഴിഞ്ഞാൽ ഞാൻ കളക്ടറേറ്റിലേക്ക് പോവുകയാണ്. അതായത് വയനാടിന്റെ ഈ തകർന്ന അവസ്ഥയെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് നമ്മുടെ പോച്ചയും അടക്കമുള്ള വിവിധ സംഘടനകളും അല്ലാതെ തന്നെ കോർപ്പറേറ്റുകളുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 24ലധികം സ്റ്റേജ് പ്രോഗ്രാം ഉൾപ്പെടെ ഇതുപോലുള്ള ഇവന്റുകൾ നമ്മൾ വയനാട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. അത് വയനാട്ടിന്റെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ വിവിധ ടൗണുകളിലുമായിട്ടാണ് ഈ 24 പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 3 കോടിയിൽ പരം രൂപയുടെ സമ്മാന പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ബൃഹത്തായ പദ്ധതിയാണ് നമ്മൾ വയനാട്ടിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അതായത് ഈ ടൂറിസം മേഖല തകർന്നതോടുകൂടി വയനാട്ടിലെ വ്യാപാര മേഖല മൊത്തം തകർന്നടിഞ്ഞിട്ടുള്ളൂ നിലവിൽ. അപ്പോൾ ബോച്ചയെ പോലുള്ള ആൾക്കാർ ഇത്തരം ഒരു ന്യൂജൻ പ്രോഗ്രാമുകളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ വയനാടിന്റെ ഇന്നത്തെ അവസ്ഥക്ക് ഇത്തരം പ്രോഗ്രാമുകൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ആവശ്യം. അപ്പോൾ വയനാട് ഫെസ്റ്റിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. വയനാട് ഫെസ്റ്റ് 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഇങ്ങനെ തടസ്സം കോടതിന്റെ ഭാഗത്തും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ വയനാടിന്റെ പുരോഗതിയെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കും. കളക്ടർക്ക് തരാം എന്നുള്ളത് കൊണ്ട് അത് പ്രകാരം കളക്ടർക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട്. കളക്ടർക്ക് തരാവുന്നതാണ്, തരുമെന്നാണ് വിശ്വാസം. കാരണം അങ്ങനെ ഒരാൾക്ക് ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് എനിക്ക് മാത്രം തരാതിരിക്കുക, അങ്ങനത്തെ ഒരു കളക്ടർ അങ്ങനെ ഒരു നിലപാട് എടുക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രോഗ്രാമാണ് സൺബേൺ. 500 രൂപയ്ക്കാണ് ടിക്കറ്റ് വിറ്റിരുന്നത്. അത് ഒരു 1000 ടിക്കറ്റ് മാത്രം. പിന്നെ 1000 രൂപയ്ക്ക് വിൽപ്പന നടക്കുന്നു. ഇത് കഴിഞ്ഞാൽ 25-ന് ശേഷം 5000 രൂപയാണ് ടിക്കറ്റിന്. പിന്നെ പാവപ്പെട്ടവർക്കൊക്കെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. 1 കോടി രൂപയോളം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ വേറെ കച്ചവടമൊന്നുമില്ല. ഭാവിയിലൊക്കെ നമുക്ക് നല്ലതാണ്. നമ്മുടെ ഭൂമിക്കും വയനാടിനും എല്ലാവർക്കും ഗുണം കിട്ടുന്ന കാര്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ബിസിനസ്സായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഒരു 10 തൊട്ട് 25 ലക്ഷം രൂപയാണ് ലാഭം പ്രതീക്ഷിക്കുന്നത്. ആ എമൗണ്ട് എത്ര കിട്ടുന്നോ അവിടെ വെച്ച് തന്നെ എല്ലാവർക്കും കൊടുക്കുക എന്നതാണ്. പിന്നെ അവരൊരു മാനസിക ഉല്ലാസമാണ്, അവരെ പങ്കെടുപ്പിക്കുക. ഏറ്റവും മുൻനിരയിൽ സീറ്റുകൾ ഇട്ടിട്ടുള്ളത് അവർക്കാണ്, ബാക്കിയുള്ളവർക്കൊക്കെ നിൽക്കാനാണ്. ഇവരെ ഇരുത്തിക്കൊണ്ട് ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 6 മണിക്കാണ് 31, 6 മണിക്ക് തുടങ്ങുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്.